നമ്മളിന്ന് ഓണം സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വടുകപ്പുളി നാരങ്ങക്കറി, അത് ഒട്ടും കയ്പില്ലാത്ത ഒരു പ്രത്യേക ഒരു നാരങ്ങക്കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് ഒരു നാരങ്ങ വേണം. നല്ല പഴുത്ത നാരങ്ങയാണ് കേട്ടോ. പിന്നെ പച്ചമുളക്, കറിവേപ്പില, ഇതൊക്കെ സാധനങ്ങളൊക്കെ മതി. നാരങ്ങ ഞാൻ തൊലി ചെത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തൊലിയിൽ കുറച്ച് അഴുക്കുള്ള പോലെ, കഴുകിയിട്ടും ഒന്നും പോവാത്ത പോലത്തെ ഒരു നാരങ്ങ എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞു. നല്ല ഫ്രഷായിട്ട് ഇരിക്കണ, നല്ല ക്ലീനായിട്ടിരിക്കണ തൊലിയാണെങ്കിൽ നമുക്ക് ചെത്തിക്കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നാരങ്ങയുടെ തൊലി ചെത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. നന്നായിട്ട് കഴുകിയിട്ട് തന്നെയാണ്, കഴുകിയിട്ടും ഇതിൻ്റെ തൊലി അങ്ങോട്ട് നന്നാവണില്ല. അതുകൊണ്ട് ഞാനത് ചെത്തിക്കളഞ്ഞത്. അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ നല്ല നാരങ്ങയാണെങ്കിൽ തൊലി ചെത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമ്മളത് ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആക്കി മുറിച്ചെടുക്കുക. നാരങ്ങ നല്ല പഴുത്ത നാരങ്ങയാകുമ്പോഴാണ് കൂടുതൽ നന്നാവുക കേട്ടോ. പഴുത്ത നാരങ്ങയും കിട്ടും, പച്ച നാരങ്ങയും കിട്ടും, അധികം പഴുക്കാത്തതും. അധികം കയ്പ്പ് കുറവുണ്ടാവുക പഴുത്ത നാരങ്ങയ്ക്കാണ് വടുകപ്പുളിക്ക്. ഇപ്പം നമ്മളിത് ഓണമൊക്കെയല്ലേ വരാൻ പോണത്. നമ്മൾ ഓണത്തിൻ്റെ തലേ ദിവസം തന്നെ ഉണ്ടാക്കണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. ഈ നാരങ്ങക്കറി നമുക്ക് 1-2 ആഴ്ച മുമ്പേ തന്നെ ഉണ്ടാക്കി വയ്ക്കാം. ഇത് കേടാവില്ല. ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. ഒരു ബോട്ടിലാക്കി അടച്ച് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. തലേ ദിവസമൊക്കെ നമ്മൾ ഓണം അടുക്കും തോറും ഈ വടുകപ്പുളി നാരങ്ങയുടെ വില കൂടി വരുള്ളൂ. അപ്പോൾ നമ്മൾ മുമ്പേ കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ച് ഇങ്ങനെ അച്ചാറിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് സദ്യക്ക് എടുക്കാമല്ലോ, ഓണസദ്യക്ക്. പിന്നെ നമ്മളതൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ കുരുവൊക്കെ മാറ്റണം കേട്ടോ. കുരുവൊന്നും നമുക്ക് ആവശ്യമില്ല. കുരുവൊക്കെ നീക്കി ഇനി നമ്മളത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൊലി നല്ല തൊലിയാണെങ്കിൽ തൊലി ചെത്തിക്കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ ഈ തൊലി എനിക്ക് കണ്ടിട്ട് അത്ര പിടിച്ചില്ല, അതുകൊണ്ട് ഞാനത് തൊലി കളഞ്ഞത്. പിന്നെ നമ്മൾ പച്ചമുളകാണ്. ഇപ്പോൾ ഇതിലേക്ക് വെളുത്ത കടലാസ് മുളക് ഉണ്ടെങ്കിൽ അത് ഇട്ടാൽ കുഴപ്പമില്ല കേട്ടോ. ഇവിടെ അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇത് ചുമപ്പ് കളറല്ലേ നാരങ്ങക്കറി, അപ്പോൾ പഴുത്ത മുളക് ഇരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പഴുത്ത മുളക് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പഴുത്ത മുളകോ പച്ചമുളകോ ഏത് കളറായാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് കുറച്ച് പുളി വേണം. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയും കൂടെ വേണം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത നാരങ്ങയൊക്കെ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ആ വെള്ളമൊന്നും കളയരുത് കേട്ടോ, നമുക്ക് ആവശ്യമുള്ളതാണ്. ഇനി ആ പുളിക്ക് നമ്മളൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വയ്ക്കുക. എന്നിട്ട് അത് പിഴിഞ്ഞെടുക്കാം. പിന്നെ ഈ അച്ചാർ ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പിലൊക്കെ എത്ര തണ്ട് വേണമെങ്കിലും ഇട്ടോട്ടോ, കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാം. പിന്നെ അതിലേക്ക് 1/2 കപ്പ് പിഴിഞ്ഞു വെച്ച പുളി, പിന്നെ 1/2 കപ്പ് സാധാരണ വെള്ളം, പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇത്തിരി കൂടുതലായിട്ട് നിൽക്കണം, കാരണം നാരങ്ങ പുളിയുള്ളതല്ലേ. അപ്പോൾ കുറച്ച് കൂടുതൽ, ഞാൻ 4 ടീസ്പൂൺ ഫുള്ള് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ നമുക്കിങ്ങനെ തോന്നണം ഉപ്പ്. അങ്ങനെ ഒക്കെ റെഡിയാക്കി. ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇട്ടതെന്ന് ഓർമ്മയില്ലേ? പച്ചമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ പുളിവെള്ളം, പിന്നെ സാധാരണ വെള്ളം, പിന്നെ ഉപ്പ്. ഇത്രയൊക്കെ സാധനങ്ങളാണ് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്റ്റവിൽ വെച്ചു. ഒന്ന് മൂടി വയ്ക്കുക. മൂടി വെച്ച് കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മളത് സിമ്മിലിട്ട് വയ്ക്കുക. സിമ്മിലിട്ടിട്ട് അവിടെ കിടന്ന് കുറച്ച് നേരം വറ്റട്ടെ. ഒരു 5 മിനിറ്റോളം നന്നായിട്ട് ഈ മുളക് നന്നായിട്ടൊന്ന് വേവട്ടെ, മുളക് സോഫ്റ്റ് ആവട്ടെ.
അതിലത്തെ പച്ചമുളക്. അതാണ് അതിൻ്റെ പാകം. അത് വറ്റി വരുമ്പോഴേക്കും മുളക് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കുക. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മുളക് ഇത്തിരി കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ മുളകും കൂടെ ചേർത്തു കേട്ടോ. അപ്പോൾ മൊത്തം ഇപ്പോൾ 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ മുളകൊക്കെ ആദ്യമേ തന്നെ നമ്മൾ കൂടുതൽ ചേർക്കണ്ട. ഇപ്പോൾ ഈ തിളയ്ക്കണേൻ്റെ ഇടയിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. പച്ചമുളകും അത് അധികം എരിവില്ലാത്തതായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ മുളക് ആദ്യം തന്നെ കൂടുതൽ ചേർക്കണ്ട, നോക്കിയിട്ട് ചേർത്താൽ മതി. അപ്പോൾ ഇതേ നമ്മുടെ വെള്ളം നന്നായി വറ്റി മുളകൊക്കെ വെന്തു. അപ്പോൾ നമ്മൾ ഈ അരിഞ്ഞു വെച്ച നാരങ്ങ കഷ്ണം അതിലിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തിളപ്പിക്കേണ്ട. ഈ നാരങ്ങ ഇട്ടതിന് ശേഷം നമുക്ക് വേവിക്കേണ്ട, തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നന്നായി മിക്സ് ചെയ്ത് വേഗം തന്നെ ഇതിൻ്റെ ചൂട് പോവാണ്ട് വേഗം തന്നെ ഒന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ ആ ചൂടിലിരുന്ന് ഇതൊന്ന് പാകമായിക്കോളും. ഇനി നമുക്കിതിലേക്ക് താളിക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. അപ്പം നല്ലെണ്ണയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. നല്ലെണ്ണ ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു. അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടുമ്പോൾ പിന്നെ കുറച്ച് വറ്റൽമുളക്, ഒരു 2-3 വറ്റൽമുളക് ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തു. ഓഫ് ചെയ്തു കേട്ടോ. അത് നമ്മൾ വേഗം തന്നെ ഈ നാരങ്ങയുടെ മുകളിലേക്ക് ഒഴിക്കുക. അതിൻ്റെ മുകളിൽ കൂടെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ ആ പൊടി ഇടുക. അല്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. കുറച്ച് ഉലുവ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേഗം തന്നെ ഇത് അടച്ചു വയ്ക്കുക. അവിടെ ഇരുന്നിട്ട് ആ ചൂടിലിരുന്നിട്ട് അതൊന്ന് സെറ്റാവട്ടെ. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അതേ നമ്മളിങ്ങനെ തുറന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ നാരങ്ങക്കറി നല്ല മണമാണ് കേട്ടോ, നല്ല മണമാണ്. അപ്പോൾ നാരങ്ങക്കറി റെഡിയായി കേട്ടോ. ഇതുപോലെ നാരങ്ങക്കറി പുളിവെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം. സൂപ്പർ ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഓണത്തിന് വടുകപ്പുളി നാരങ്ങക്കറി ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ഓണം ആവട്ടെ വരാൻ പോണത്. ബൈ.